മാനന്തവാടി. ഇപ്പൊ കോഴിക്കോട്ടുകാരുണ്ടോ? കോഴിക്കോട്ടുകാര് എവിടാ? കോഴിക്കോട്ട്. ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ അതുപോലെ തന്നെ പള്ളിയോ അമ്പലമോ ബാറോ ഒന്നുമില്ലാത്ത ഒരു സിറ്റിക്കുള്ളിലാണ്. 86,47 കേട്ടോ ഇവിടുത്തെ പ്രൈസ് വരുന്നത്. ഞങ്ങളുടെ യാത്രയുടെ 3-ാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. ദേ രാവിലെ 6 മണിയായിട്ടുണ്ട്. അസനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നിട്ട് പോണ്ടിച്ചേരിക്ക് പോകുന്ന റൂട്ടിലാണ് കേട്ടോ. ഹൈവേൻ്റെ സൈഡിലായിട്ട് ഒരു ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് കിട്ടി. ഇവിടെ ആയിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. ഇനി നേരെ വണ്ടി എടുത്തിട്ട് ഇനി കുക്കിംഗ് പരിപാടികൾ കാര്യങ്ങളൊക്കെ തുടങ്ങണം. നേരെ പോണ്ടിച്ചേരിക്ക് വിടണം. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നേരെ പമ്പിൽ നിന്നിട്ട് ഇറങ്ങാൻ പോവുകയാണ്. മോൻ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഇനി ഒന്ന് ഫ്രഷ് ആവണം. പോലെ ഇത്രയല്ലേ രാവിലെ തന്നെയുള്ള പരിപാടികളാണ് കേട്ടോ. നെറ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. നമ്മൾ നിസ്കരിക്കുന്ന മുസല്യ ഇതെടുത്ത് വെക്കണം. മുന്നിലാണ് ബാഗും കാര്യങ്ങളൊക്കെ അതേ ഇതുപോലെ ഫ്രണ്ടിലേക്ക് എടുത്ത് വെക്കും. സ്റ്റൂള് നേരെ ബാക്കിലേക്ക് വെക്കുന്നല്ലേ നല്ല കിഡില്ല റോഡാണ് കേട്ടോ. നമ്മൾ നേരെ ചെന്നൈയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ടോൾ റോഡുകൾ തന്നെയാണ്. പോണ്ടിച്ചേരി കഴിഞ്ഞ ശേഷം പിന്നെ നേരെ എന്ത് ചെയ്യണം? ചെന്നൈക്ക് വിടണം. This is Kolattur, sir. Viluppuram district. Viluppuram district. Tamil Nadu, Viluppuram district, Kolattur village. അപ്പോൾ ഇവിടെ തന്നെ ലേക്ക് സർ, ലേക്ക്. അപ്പോൾ ഇവിടെ മീനിനെ പിടിക്കുന്ന കൂട്ടരൊക്കെ ഉണ്ട്. രാവിലെ തന്നെ നമ്മളിതൊരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളം കിട്ടണം. അപ്പോൾ ക്യാനിൽ വെള്ളം നിറയ്ക്കണം. ഈ എന്നാലും ക്യാനിൽ വെള്ളം നിറയ്ക്കോ? അവിടെ യൂട്ടേൺ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ മതി, നടന്നു പോയി എടുത്താൽ മതി. അപ്പോൾ ഏതായാലും അപ്പുറത്ത് വെള്ളം ഉണ്ടെന്നുള്ളത് ഇതേ നമ്മുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. ആ ടാങ്ക് പോയിട്ട് വെള്ളം എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏരിയയിൽ ഇതാ നല്ലൊരു ശാന്തമായ ഒരു ഏരിയ. ഒരു ഡ്രോൺ ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഡ്രോൺ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ലൊരു ശാന്തമായ പ്ലേസ് കേട്ടോ. പേരെന്നാ? സതീഷ്. ഓക്കെ. യാത്രയിലെ 3-ാമത്തെ ദിവസമാണ്. ആ 3-ാമത്തെ ദിവസമായ ഇന്ന് നമുക്ക് വെള്ളം എടുക്കാൻ വേണ്ടി വെള്ളം കിട്ടാത്ത പ്രശ്നമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ തമിഴ്നാട് പോണ്ടിച്ചേരിക്കുള്ള റോഡിലാണ്. ഇവിടെ തന്നെ നമുക്ക് വെള്ളത്തിന് ക്ഷാമം കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ടൊക്കെ എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. നോക്കുക. ഏതായാലും വണ്ടി നല്ല സ്പീഡിലാട്ടോ മോനെ മുത്ത വരുന്നത്. വാ. അപ്പോൾ ഏതായാലും വെള്ളം ഈ ടാങ്കിൽ നിന്ന് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. നേരെ ടാങ്കിലേക്ക് പോവാം. പക്ഷേങ്കിൽ നമുക്ക് ഇവിടുന്ന് യൂട്ടേൺ എടുക്കാൻ കഴിയില്ല. വണ്ടി അപ്പുറത്താണ് വെച്ചത്. നേരെ ഇപ്പുറ സൈഡ് വന്നിട്ട് വെള്ളം എടുക്കാൻ ഇപ്പുറത്തേക്ക് പോവാണ് കേട്ടോ. ഇന്ന് രണ്ടാൾ വെള്ളമാണല്ലോ. അടിച്ചാണ്. അടിപൊളി. വെള്ളത്ത് കുളിക്കണോ? കുളിക്കണോടാ? ആ പൈപ്പ് അതാ. അപ്പോൾ ടാങ്കിൽ നിന്ന് വെള്ളം എടുത്തോളാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടാങ്കിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യണം? യാത്ര തുടരണം. ഇത് പിന്നെ ഒരു അമ്പലം തന്നെ അല്ലേ? എന്തൊരു ക്ഷേത്രമല്ലേ ഇത്? അരുണൊന്നും പറഞ്ഞോളൂ. അവനെ അമ്പലത്തിൽ ക്ഷേത്രത്തിലൊന്നും പോകാത്തവനാ. അമ്പലം ഏതാ ക്ഷേത്രം ഏതാ അല്ലെങ്കിൽ എന്തൊക്കെയാന്നുള്ള ഒരു ഐഡിയ ഇല്ല. നല്ലൊരു ഇതെന്ത് വരാ വെള്ളം എടുക്കണ്ട. കഴിക്കണമെന്നില്ല. പുതിയ നല്ല വെള്ളമല്ലേ? ഈ വെള്ളം എടുക്കണമെന്നില്ല. നല്ല കുടിക്കാൻ പറ്റിയ വെള്ളം ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കുടിക്കാനും എടുത്ത് വെള്ളം അവിടെ കുടിക്കാൻ വേണ്ടി അവിടെ അമ്പലത്തിന് അവിടെ എടുത്തത്. അങ്ങനെ കുളിയും തേവാറൊക്കെ കഴിഞ്ഞ് നേരെ വണ്ടിയിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനി വണ്ടി നമുക്ക് യൂട്ടേൺ എടുക്കാൻ കഴിയുമോ നോക്കണം. എന്തിനാന്ന് വെച്ചാൽ യൂട്ടേൺ എടുത്തു കഴിഞ്ഞാൽ കുക്ക് ചെയ്യാൻ കഴിയും. അലൂമിനിയമാണ്. മനസ്സിലായത് വെള്ളത്തിന്റെ എന്താ വില എന്നുള്ള ഒരു വെള്ളം മാത്രമല്ല എല്ലാ കാര്യം കൊണ്ടും വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഭയങ്കര പ്രശ്നം. അതായത് അപ്പുറത്തുള്ള പോലെ അവരാണ് നമ്മളോട് പറഞ്ഞത് വെള്ളപ്പുറത്ത് നല്ല സൗകര്യം ഉണ്ട് എന്നുള്ളത്. വെള്ളപ്പുറത്തില്ലയോ? വെള്ളമുണ്ട്. വെള്ളം നല്ലുണ്ട്. ആവശ്യം പാത്രം കേൾക്കാനൊക്കെ ഇനി ഇതെടുക്കാം. എന്നാലും നല്ല വെള്ളമുണ്ട്. തെളിഞ്ഞ വെള്ളം. എന്താ റോഡ്? കുഴപ്പം റോഡ്.
സ്ഥലം ഇല്ലേ. പോണ്ടിച്ചേരിക്ക് ഏകദേശം 36 കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ. നേരെ ഫ്രഷായി നല്ല വയലിലെ ജാതി സ്ഥലം നോക്കിയാൽ പച്ചപ്പോണ്ട് നിറഞ്ഞിരിക്കുക കേട്ടോ. ഇപ്പൊ മഴയൊന്നും പെയ്തിട്ടില്ല, മഴയൊന്നും പെയ്യുന്നില്ല, എന്നാലും നോക്കിയാ പച്ചപ്പ്. എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട്. മൈക്ക് പെയർ ചെയ്യാം. ബാക്ക് ഫുൾ ലോഡ് സാധനം കേട്ടോ, ലോഡാണ്, ഫുൾ ലോഡാണ്. ഏതായാലും നമ്മുടെ യാത്രയിലെ 3ാമത്തെ ദിവസമാണ്. അടിപൊളി പ്ലേസ് കിട്ടും, കിട്ടില്ല സ്ഥലം. അപ്പോൾ നമ്മളിത് ഈ ഏരിയ പോണ്ടിച്ചേരി എത്തിട്ടോ. ഈ ഏരിയ മൊത്തത്തിൽ ഇറച്ചിൻ്റെ ഏരിയ ആണ്. 130 രൂപ കോഴിക്ക് ഒരു പെട്ടി കോഴിമുട്ട വാങ്ങിയില്ലേ, ഒരു പെട്ടി കോഴിമുട്ട വാങ്ങി. ഏകദേശം ഇനിയിപ്പോൾ ഒരു 5-6 ദിവസത്തേക്ക് അത് മതി അല്ലേ. 100 സംതിങ് എത്ര, 116, 10 രൂപ എക്സ്ട്രാ എടുക്കും. ഈ ഒരു പെട്ടിക്ക് 10 രൂപ കൊടുത്ത് 130 രൂപ കൊടുത്ത് ഏകദേശം 4 രൂപേൻ്റെ അടുത്ത് റേഞ്ച് വരുന്നുള്ളൂ അല്ലേ കോഴിമുട്ടക്ക്. 4.50 ആ റേഞ്ച് വരുന്നുള്ളൂ. അയ്യോ, നമുക്ക് ഒരു കാര്യം ചെയ്യാം, വാഷിംഗ് മെഷീൻ ഇട്ടാലോ? അത് നടക്കൂലല്ലേ, ഇവിടെ വെക്കാം, അത് ടൊപ്പി പോവും. യെസ്, ഏരിയ ഉള്ള എല്ലാ ജംഗ്ഷനിലും കണ്ട് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു തണൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. എല്ലാ വാഹനവും സിഗ്നലിൽ ആൾട്ടാകുന്ന സമയത്ത്, നിർത്തുന്ന സമയത്ത് എന്താവും, പിന്നെ നല്ല തണൽ കിട്ടും, വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ല. അതെ, നമ്മുടെ നാട്ടിലൊക്കെ കണ്ടില്ലേ, നമ്മുടെ നാട്ടിന് കുറ്റം പറയില്ല കേട്ടോ. നല്ലൊരു പരിപാടിയാണ്, ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പെട്ടെന്ന് മനസ്സിലേക്ക് പെട്ടെന്ന് വരാത്ത കാര്യമാണ്. അടിപൊളി പരിപാടി. ഇപ്പോൾ ഏതായാലും പോണ്ടിച്ചേരി വന്ന വഴിക്ക് ഫുൾ ടാങ്ക് അടിക്കാൻ അയച്ചു. 86-47 കേട്ടോ ഇവിടുത്തെ പ്രൈസ് വരുന്നത്. 3280 രൂപേൻ്റെ ഡീസൽ നമ്മൾ വിളിച്ചു, 37 ലിറ്റർ കേട്ടോ. അപ്പോൾ ടോട്ടൽ 13 ലിറ്റർ അതിലുണ്ടായിരുന്നല്ലോ. ഓക്കെ, നമ്മൾ ഫ്ലോട്ടിന് എന്തോ ചെറിയൊരു കംപ്ലൈൻറ്റ് കുടിക്കിന്, ഡീസൽ ഫ്ലോട്ട് പ്രോപ്പറായിട്ട് വർക്കാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കി 280 രൂപ എന്താ ഇത് നമ്മൾ ഇതിലിട്ട് കൊടുത്തു, ഗൂഗിൾ പേ ഇട്ട് എടുത്തു, 3000 രൂപ കയ്യിലും കൊടുത്തു. ഈ ഒരു സംഭവം കണ്ടോ, ഇതെന്താ ഒരു ബിൽഡിംഗ് വരെ പൊളിച്ചിട്ട് കൊണ്ടുപോയിട്ടതാണ് കേട്ടോ. സംഭവം നല്ല ഇഷ്ടികൊണ്ടൊക്കെ ഉള്ള പരിപാടികളാണ്. ഇഷ്ടികൊണ്ടൊക്കെ ഉള്ള ബിൽഡിംഗ് ഒക്കെ പൊളിച്ച് ഇവിടെ കൊണ്ടുപോയിട്ടാണ്. പിന്നെ ഇവിടുത്തെ കല്ലിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ, ഈ ഒരു കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക്, അതായത് ഒരു എന്താ പറയുക കരിങ്കട്ടൊക്കെ കാണല്ലേ, അതേ ടൈപ്പിലാണ് കേട്ടോ ഇവിടുത്തെ കല്ലുകൾ. പിന്നെ അല്ലാത്ത സാധാ കല്ലുകൾ ഇതേ ഇവിടെ കിടക്കുന്നുണ്ട്, കരിങ്കല്ല് പോലത്തത്. ഈ ഒരു കല്ല് കരിങ്കട്ട, നമ്മൾ സാധാരണ കരിയൊക്കെ ഉണ്ടല്ലോ അതേ രൂപത്തിലാണ് ഇതേ ഇവിടുത്തെ കല്ലുകളുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം ഒരു ഐഡിയ ഇല്ല കേട്ടോ. പിന്നെ ഇതേ നേരെ വണ്ടി ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഫുഡ് ഉണ്ടാക്കാനൊരു ഏരിയ ആണ് ഇതുവരെ കിട്ടാഞ്ഞത്. ഇവിടെ നമുക്ക് ഡ്രോൺ വിഷ്വൽ എടുക്കലോ അല്ലെങ്കിൽ അടുപ്പ് അല്ലെങ്കിൽ പിന്നെ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ചെയ്യലോ നടപടിയാവില്ല, കാരണം നല്ല കാറ്റുണ്ട്. അപ്പോൾ നേരെ ഇവിടുന്ന് ഒരു തണൽ നോക്കിയിട്ട് പോകണം, എന്നിട്ട് വേണം വണ്ടി വെച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടി. സൈഡിൽ അവസാനമായിട്ട് എത്തിയാൽ ഇവിടെ എല്ലാവരും നല്ല വർക്കും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെ തട്ട കാണില്ലേ, ഇവിടെ മീനെ പിടിക്കാനുള്ള എല്ലാ വലയും നെറ്റും വർക്കും കാര്യങ്ങളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശാലമായ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ആ പാർക്കിങ്ങിൽ നിന്നിട്ട് ആ റോഡിനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഔറാവില്ലി എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തേക്ക് പോകുന്നത്. ഇനി ഇവിടെ വന്നിട്ട് സൈക്കിൾ വേണമെന്നുണ്ടെങ്കിൽ സൈക്കിളും ഉണ്ട് കേട്ടോ, 50 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയ സെറ്റപ്പുകൾ ഒരുപാടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇപ്പോഴും ആ വില്ലൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല കേട്ടോ, ഇതതിൻ്റെ പുറമേ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ പേയ്മെൻറ്റ് കാര്യങ്ങളുള്ളതാണ്. അതിൻ്റെ അകത്താണ് പൈസയും കാര്യം ആവശ്യമില്ലാത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു പാസും കിട്ടിയിട്ടില്ലേ. ഇതാണ് പാസിന് പൈസ കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല, ഫ്രീ ആണ്. പാർക്കിംഗ് ഫീ മാത്രമേ ഉള്ളൂ, ഒരു 150 രൂപ പാർക്കിംഗ് ഫീ വാങ്ങി. ഓരോരുത്തർ പിന്നെ പാസ്സൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ ആ പാസ്സൊക്കെ ചിലപ്പോൾ ഉള്ളിലെത്തിയിട്ടായിരിക്കും ചിലപ്പോൾ ആവശ്യം ഉണ്ടാവുക. അവിടെ നിന്ന് ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് പെടും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ പോണ്ടി ഏരിയകളൊക്കെ ഇങ്ങനെ ഓരോ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഇങ്ങനെ പോയാൽ മതി. ഏകദേശം 30 മിനിറ്റ് നടക്കാനുണ്ട്, 1.5 കിലോമീറ്റർ. പക്ഷേ നടക്കാനുള്ള ഏരിയ വലിയ ചൂടോ കാര്യങ്ങളൊന്നുമില്ല, നല്ല മരങ്ങളില്ലേ, ഫുള്ളായിട്ട് മരങ്ങളൊക്കെ ഉള്ള സെറ്റ് ചെയ്ത് നല്ല തണുപ്പുണ്ട്. പക്ഷേ നടന്നിട്ട് വേർക്കുന്നുമുണ്ട്. നമ്മൾ അവിടെ നിന്ന് വാങ്ങിയ പാസ് അവിടെ കൊടുത്ത്
നേരെ ഇനി ഉള്ളോട്ട് കയറണം. ഇവിടെയാണ് ഇനി കളി. ഒരു കുറിൻ്റെ ഭാഗമായിട്ട് വന്നവരാട്ടോ ഇവരെല്ലാവരും. അത് കണ്ണൂർ, കൂത്തുപറമ്പ്, പാനൂരില്ലേ? ആ, വയനാടും ഉണ്ടോ? വയനാട്ടുകാരും ഉണ്ട്. അപ്പം ഇതെങ്ങനെ എല്ലാവരും കൂടി എവിടെ? വയനാട്, മാനന്തവാടി. ഇപ്പോൾ കോഴിക്കോട്ടുകാരുണ്ടോ? കോഴിക്കോട്ടുകാർ എവിടാ? കോഴിക്കോട്ട് നാദാപുരം, നമ്മൾ കുന്നമംഗലാട്ടോ. ഇതേ നമ്മൾ മലയാളീസുള്ള എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ്റെ 3ാമത്തെ ദിവസമായ ഇന്ന് ഞങ്ങളുള്ളത് പോണ്ടിച്ചേരിയിലാണ് കേട്ടോ. ഇന്നലെ സ്റ്റേ ചെയ്തിരുന്നത് പോണ്ടിച്ചേരിയിൽ നിന്ന് ഏകദേശം 27 കിലോമീറ്റർ ബാക്കിലായിട്ടായിരുന്നു. ഇന്ന് നേരെ പോണ്ടിച്ചേരിക്ക് വന്നു. ഇപ്പോൾ ഞങ്ങളുള്ളത് ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ അതുപോലെ തന്നെ പള്ളിയോ അമ്പലമോ ബാറോ ഒന്നുമില്ലാത്ത ഒരു സിറ്റിക്കുള്ളിലാണ്. സിറ്റിക്ക് ഉള്ളിലല്ല, ഇവിടെ സിറ്റി കാണാൻ പറ്റുന്ന ഒരു ഏരിയയിലേക്കാണ്. ഇവിടെ പാസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നേരെ ഇവിടേക്ക് എത്താൻ കഴിയും. നമ്മുടെ പിന്നിലായിട്ടുള്ളത് മാതൃമന്ദിരാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. 3930 ഏക്കറുകളോളം ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സിറ്റി 121 രാജ്യങ്ങളിലുള്ള ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. ഏകദേശം 3000 സംതിങ്ങോളം ആൾക്കാർ സ്ഥിരം താമസക്കാരുള്ള ഒരു സിറ്റിയാണിത്. കാരണം ഇതൊരു ട്രയൽ സിറ്റി എന്നാണ് പറയുന്നത്. അതായത് ഒരു പരീക്ഷണാർത്ഥം ചെയ്തതാണ്. അത് ഇന്ത്യക്കുള്ളിൽ നമ്മുടെ പോണ്ടിച്ചേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്തെല്ലാം ലഹരി മരുന്നുകൾ, അതുപോലെ തന്നെ രാഷ്ട്രീയം മതം ഒന്നുമില്ലാതെ ഒരു പരീക്ഷണാർത്ഥം ചെയ്തൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇത് അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഇതൊന്ന് വിസിറ്റ് ചെയ്ത് നേരിൽ കാണാൻ കഴിയുമെങ്കിൽ കാണാൻ കഴിയണം. ഇത് നമ്മുടെ കേരളത്തോട് അടുപ്പിച്ച് ഏകദേശം ഒരു 600-700 കിലോമീറ്റർ നമ്മുടെ നാട്ടിൽ നിന്നും കൂടെ ഉള്ളൂ അല്ലേ. പുതുച്ചേരിയിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു ഓറോ വില്ലി എന്ന് പറയുന്ന ഈ ഒരു സിറ്റി ഉള്ളത് കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇതെന്താ സാധനം മനസ്സിലായോ? നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപ്പാണ്. ഇതേ അതിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് കൂന പോലെ ഇങ്ങനെ കൂട്ടിയിട്ട് അത്തല വരെ കണ്ടോ, മൊത്തത്തിൽ ഉപ്പാണ്. അങ്ങനെ ഉണ്ടാവുക വെച്ചാൽ ഇതുപോലെ ബോക്സിൽ ഉപ്പ് വെള്ളം നിറച്ചിട്ട് എന്ത് ചെയ്യും, അതിങ്ങനെ വെയിൽ കൊണ്ട് ഊറി എന്ത് ചെയ്യും, ഇതുപോലെ ഇങ്ങനെ കൂട്ടിയിടും. ഇതുപോലെ ഇങ്ങനെ കൂട്ടിയിടുകയായിട്ട് ചെയ്യാം. ഈ കൂട്ടിയിട്ടിട്ട് പിന്നെ ഇതുപോലെ ആക്കിയെടുക്കും. ഇതാക്കിയെടുത്ത ഉപ്പ് എന്ത് ചെയ്യും, അതുപോലെ ഫുള്ളായിട്ട് നമ്മൾ മണല പോയെന്ന് എങ്ങനെയാണ് വരിക, അതുപോലെ അങ്ങനെ കോരിയിട്ടിട്ട് അവിടുന്ന് വേറെ വണ്ടിയിൽ വന്ന് കയറ്റി കൊണ്ടുപോകും. എന്നിട്ട് ഫാക്ടറിയിൽ പോയിട്ട് പാക്കറ്റ് ആക്കിയിട്ട് പാക്കറ്റായിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് എത്തുക. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ലൊക്കേഷൻ അറിയാം. ലൊക്കേഷൻ എവിടെയാണുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പോണ്ടിച്ചേരി നിന്നിട്ട് ചെന്നൈ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡായിട്ട് വലിയൊരു പാടാണ്. ഏരിയ മൊത്തം കണ്ടോ, ഒരുപാട് കൃഷിക്കാർ അവിടെ ഉണ്ട്. ഇതൊക്കെ ഉപ്പ് പാടാണ്. ഉപ്പ് കൂനായിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്ന കണ്ടില്ലേ. അവിടെ അരുൺ ബ്രോ നല്ല തണൽ നോക്കി കേൾക്കുന്നുണ്ട്. എന്താല്ലേ ഇത് നമ്മളെ പിന്നെ മണലൊക്കെ വാരിയിട്ട പോലെ അല്ലേ. ഉപ്പുവെള്ളത്തിനെ തടഞ്ഞു നിർത്തിക്കുക, എന്നിട്ട് ഉപ്പാക്കി മാറ്റി വെള്ളം ബാഷ്പീകരിക്കുമ്പോൾ ആ ഇത് താഴെ കിടക്കും. അതാണ് പിന്നെ ഫിൽറ്റർ ചെയ്തിട്ട് പിന്നെ അതിനങ്ങോട്ട് കോരി എടുത്തിട്ട് ഇതൊക്കെ ഉപ്പാണ് കേട്ടോ. ഇതൊക്കെ എന്നിട്ട് റോഡ് സൈഡിലൊക്കെ ആണ് ആ കാണുന്നൊക്കെ ഉണ്ടോ, വണ്ടീൻ്റെ അപ്പുറത്തുണ്ടോ, അതൊക്കെ ഉപ്പാണ്. നമ്മളെ വീട്ടിൽ നമ്മൾ മാങ്ങയൊക്കെ കൂട്ടി ഉപ്പടിക്കല്ലേ, നമ്മൾ കറിയിലൊക്കെ ഇടുന്ന ഉപ്പ്, സെയിം സാധനം. അത് ഒരു മാറ്റവും. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു നിങ്ങളെ ഉറക്കും കാര്യങ്ങളൊക്കെ വണ്ടി തന്നെയാണ്, എങ്ങനെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. നമ്മുടെ ഫുഡും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഇത് കേട്ടോ. വണ്ടി നല്ലൊരു സ്ഥലത്ത് ഇതുപോലെ ഏതെങ്കിലും നല്ലൊരു ഏരിയയിൽ നമ്മൾ പാർക്ക് ചെയ്യും. നേരെ എന്ത് ചെയ്യും, ഇതിലാണ് വെള്ളവും കാര്യങ്ങളും ബെഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ചെറിയൊരു ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിരുന്നു. ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണ്. ഇതിലാണ് നമ്മളെ വെളിച്ചെണ്ണ, പഞ്ചസാര, ചായപ്പൊടി, മുളകും പൊടി, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളുണ്ട്. ഇതിലൊക്കെ പുട്ടുംപൊടിയും കാര്യങ്ങളുമാണ്. ഇത് അരിയാണ്. പിന്നെ ചെറിയ മിനി വാഷിംഗ് മെഷീൻ വരുന്നിട്ടുണ്ട്. അങ്ങനെ പായുണ്ട്, കുക്കർ, കോഴിമുട്ടൊക്കെ ഇവിടെ 4.50 വില വരുന്നുള്ളൂ, 4 രൂപ വില വരുന്നുള്ളൂ കേട്ടോ. ഏകദേശം ഈ ഒരു ഡ്രേക്ക് 10 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഡ്രേ പോലും നമുക്ക് തന്നെ. പിന്നെ വെള്ളം എടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് വെള്ളത്തിൻ്റെ സെറ്റപ്പ്. ഇത് സംഭവം കുടിക്കാൻ കുപ്പിയിലെടുക്കാൻ വേണ്ടിയിട്ടാണ് മോട്ടർ ഫില്ല് ചെയ്ത്. അപ്പോൾ ഇതിലേക്ക് ഇത് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം ആക്കിയാണ്. കുറേ പാത്രം കഴുകാണ്ട്. ഇപ്പോൾ 2-3 ദിവസത്തെ പാത്രങ്ങൾ നമുക്ക് എന്ത് ചെയ്യാണ്ട് നല്ലോണം കഴുകാണ്ട് രാത്രിക്ക് രണ്ടും കൂടി ഒപ്പരാക്കാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ അങ്ങനെ ഫുഡ് വെക്കാൻ വേണ്ടി സ്ഥലം തപ്പി ഒരുപാട് ഇങ്ങ് പോകുന്നു. ഇവിടെ എത്തിയിട്ടോ. അതിനൊക്കെ നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ കണ്ടു. അതൊക്കെ നമ്മൾ വീഡിയോയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഗ്യാസും കുറ്റി, അടുപ്പ്, പച്ചക്കറി ഐറ്റംസുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഫുഡ് നമുക്ക് വെറൈറ്റി ഇന്നത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് പുട്ടും ഒരു കറിയും വെക്കണം. ആ കറി കുറച്ച് നീട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രിക്ക് അതിന് ചോറും ഇപ്പം തന്നെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, രാത്രി അത് കഴിക്കാം. കുറച്ച് ലോങ് ഓടണം, ചെന്നൈ കഴിയണം നമുക്ക്, അല്ലെങ്കിൽ ചെന്നൈയിൽ നമുക്ക് ആൾട്ട് ചെയ്യണം. അപ്പോൾ ഏതായാലും പിന്നെ ഫുള്ളായിട്ട് നമ്മൾ ഈ ഫുഡിൻ്റെ വീഡിയോകൾ മാത്രമാണ് വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത്. ഓരോ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഓരോന്ന് പഠിക്കൽ ഇങ്ങനെയാണല്ലോ. നമ്മൾ പുട്ടുണ്ടാക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് തേങ്ങ ചിരണ്ടണ
അല്ല ചിരവണ സാധനം ചിരവ വിട്ടുപോയി. അതുകൊണ്ട് എന്താക്കി ഇതുപോലെ നമ്മള് തൊലി ഉരുളക്കിഴങ്ങ് കത്തിരിന്റെ ഒക്കെ തൊലി വെക്കണ നേരത്തോണ്ടാക്കി അപ്പൊ ചോപ്പറിൽ ഇട്ടിട്ട് അടിച്ചു നോക്കാൻ പോവാണ്. വിജയിക്കുമെന്ന് അറിയില്ല. വിജയിക്കാണെങ്കിൽ പുട്ടുണ്ടാക്കും, അല്ലെങ്കിൽ പിന്നെ തേങ്ങ അല്ലാണ്ട് പുട്ടുണ്ടാക്കും. അതന്നെ നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങ അരിഞ്ഞു വെച്ച തേങ്ങ ഏകദേശം ആക്കിക്കുന്നു. എന്നെ അത് മതി. പുട്ടുതാ പുട്ടും കുറ്റി നേരെ കുക്കറിന്റെ മുകളിൽ കയറ്റി ഇടയ്ക്ക് തട്ടാനുള്ള റെഡി അല്ലേ പുട്ട്. അപ്പൊ ഞങ്ങള് യാത്രയിൽ ഫസ്റ്റ് പുട്ട് ചൂടലാട്ടോ. പുട്ട് വിജയകരമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് രണ്ടാമത്തെ വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഇവിടുന്ന് ഇതുണ്ട്. കറി ഇവിടെ ഓക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണം അരി ഇടാൻ രാത്രിയേക്ക്. ഇനി രാത്രി നമുക്ക് വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതും കഴിഞ്ഞിട്ടോ ഞങ്ങളെ പുട്ടും മുട്ടക്കറിയും എൻ്റെ പൊന്നെ ജാതി കറിയില്ലേ അടിപൊളി. രാത്രി പുട്ടും ചോറും അല്ല മുട്ടക്കറിയും ചോറും പൊളി. 35 കിലോമീറ്ററായി നമ്മള് വരുന്നത്. ചെന്നൈ സിറ്റി തുടങ്ങി വിചാരിച്ചു. പക്ഷെ ഇത് നോക്കിയാടാ ചെന്നൈ ഇനിയുണ്ട് 20 കിലോമീറ്റർ. പക്ഷെങ്കില് സിറ്റി എവിടെ നിന്ന് തുടങ്ങി 30 കിലോമീറ്റർ ബാക്കിൽ തുടങ്ങി. എജാതി അല്ലെ, എന്ത് തരം ബിൽഡിങ്ങുകളും എന്ത് തരം സിറ്റിയാ. പക്ഷെ റോഡ് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടക്കണേ കൊണ്ട് പിന്നെ റോഡ് ക്ഷീണാണ്. പക്ഷെ ബിൽഡിങ്ങുകളില്ലേ 6 ബിൽഡിങ്ങുകൾ. അപ്പൊ ഇത് ചെന്നൈയിൽ നല്ലൊരു പെട്രോൾ പമ്പ് കയറ്റി പാർക്ക് ചെയ്തിട്ടോ. ഇനി ഏതായാലും നാളത്തെ വീഡിയോയിലേക്ക് കാണാം. ബൈ.